ഹലോ എവരിവൺ, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ക്രോഷേ ബിഗിനേഴ്സിനെ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ ക്രോഷേ ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോഷേ സിമ്പിൾ ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. ഇതിനു മുമ്പേ നമ്മളൊരു ക്രോഷേ സർക്കിള്, മാജിക് സർക്കിള് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പം എന്നോട് പലരും പറഞ്ഞു ഇനിയും ക്രോഷേ ബിഗിനേഴ്സ് വീഡിയോ വേണം എന്ന്. അപ്പം ഞാൻ ക്രോഷേൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ക്രോഷേ പഠിക്കാം എങ്ങനെ, അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വരുന്നത് 10 രൂപയുടെ നമ്മുടെ യാണാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ 10 രൂപയാണ്, നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ 8 രൂപയോ 12 രൂപയുടെ കാവ്യമാധവൻ്റെ പിക്ചറിലൊക്കെ യാണുണ്ടെന്നാണ്. ഇത് 10 രൂപയുടെ യാണാണ്. അപ്പം ഇതാണ് വരുന്നത്. ഇതിന് വേണ്ടത് നമുക്ക് ഹുക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹുക്കാണ്. ഇതൊരു സെറ്റായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാം, എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഒരു ഹുക്ക് സെറ്റാണിത്. ഇതിൻ്റെ അകത്ത് 9 ഹുക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഹുക്സ് സെറ്റ് വാങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ 8 രൂപയോ 10 രൂപയോ വരുന്ന 12 8 രൂപ വരുന്ന ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു ഹുക്കാണ്. ഞാനൊരു ബിഗിനർ ആയപ്പം ഇപ്പോൾ കുറച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ ഒരു ബിഗിനർ കുറച്ച് ഫസ്റ്റ് ഒരു സെയിലൊക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹുക്ക് വെച്ചിട്ടാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കും ഞാൻ ഉറപ്പ് തരുന്നു ഇതിൽ പഠിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് സിസറാണ്. ഇത് ഞാൻ ആ സെറ്റിലുണ്ടായിരുന്ന ആ സിസറിനാണ്. ഇതുപോലത്തെ നല്ല സിസർ യൂസ് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇതിൻ്റെ തുരുമ്പ് വരെ വന്നിട്ടുണ്ട്, ബട്ട് ഓക്കെ. പിന്നെ യൂസ് ചെയ്യുന്നത് ഡാനി നീഡിലാണ്. ഈ നീഡിലിൻ്റെ മിനിയാണ്. ഇതിൻ്റെ അകത്ത് ബിഗും വരുന്നുണ്ട്. ഇതൊക്കെ ഈ ബോക്സിലിട്ട് വെച്ചതായിരുന്നു. ഇതിൻ്റെ വലുത് വരുന്നുണ്ട്. അങ്ങനത്തെ ഈ ഒരു സെറ്റ് തന്നെ ഉള്ളതാണ് ഇതും വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് മാർക്കറാണ്. ഓരോന്നും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ. ഇപ്പം നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് മീൻസ് ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ കുറേ ഇട്ട് വെച്ച് നമ്മൾക്ക് മതിയാവുക, നമ്മൾ പോകുമ്പം ഇതിട്ട് വെക്കാം. ഒന്നിൻ്റെ രൂപം അതാണ്. ഇത് ഊരി വരില്ല. രണ്ടാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ അടയാളം നമുക്ക് നോക്കി വെക്കാൻ പറ്റും, അതാണ്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇത് നിർബന്ധമല്ല, ഇത് നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഒരു ക്രോഷേ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം നമുക്ക് യാണെടുക്കുക. ഇനി ഹുക്കും എടുത്തിട്ട് ഞാൻ വരാം. ഫസ്റ്റ് ഞാൻ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിപ്പിച്ച് തരാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഇത് പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ 2 ഫിംഗർ എടുക്കുക. ഇതുപോലെ ഗ്രാബ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കണം, എന്നാൽ ഈ ഭാഗം കുറച്ച് തോനെ വേണം. എന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്യാം. മീൻസ് ഈ ഒരു എൻഡ് ഭാഗം നമ്മൾ ഈ ഒരു 2 ഫിംഗർ ഉണ്ടാവില്ലേ,